നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ ഭജന ഇരിക്കാൻ വന്നതാണോ? ആവശ്യത്തിനുള്ള ഭക്തിയൊക്കെ എനിക്കുണ്ട്. ഭക്തിഭ്രാന്തൊന്നുമില്ല. ഭജിക്കുന്നതേ ഭ്രാന്തല്ല. പക്ഷേ ചിലരൊക്കെ ഭജനം ഇരിക്കാറുണ്ട്, ജീവിതം വെറുത്തിട്ടെ. എന്നാ പിന്നെ പരമാത്മാവിൽ ലയിച്ചേക്കാം എന്ന മട്ടിൽ അമ്പലത്തിൽ സ്വയം നടക്കടിച്ചവർ. സാവിത്രിയും അങ്ങനെ ആയോന്നാ ഞാൻ ചോദിച്ചത്. എനിക്ക് ജീവിതം ഒന്നും വെറുക്കേണ്ട കാര്യമില്ല. എന്റെ ഭർത്താവ് മാധവ മന്ദിരത്തിൽ ശ്രീമാൻ രാമഭദ്രൻ നല്ല ആരോഗ്യത്തോടെ എന്നോടൊപ്പം ഉണ്ട്. നാത്തൂന്റെ ഭർത്താവ് ആ മണ്ടൻ മണികണ്ഠൻ നമ്പ്യാര് നാത്തൂനെ ആ റാസൽ കൈമേന്ന് അടിച്ചോടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഭജനം ഇരിക്കാം. ജീവിതം വെറുത്തു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. സാവിത്രി വേണ്ട. ഇന്ദ്രജേ, ദേ എന്നോടും വേണ്ട. അമ്പലത്തിൽ തൊഴാൻ വന്നാണെങ്കിലേ പോയി തൊഴാൻ നോക്ക്. ഞാനൊരു അമ്പലത്തിലും തൊഴാൻ നടക്കാറില്ല. ഓ ശരിയാണല്ലോ. സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നവര് സാക്ഷാൽ ദൈവത്തെ തൊഴിലല്ലോ. അത് ഞാൻ മറന്നു. നമ്മൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട. ഞാനും വഴക്കിനില്ല. പക്ഷേ എന്റെ നേരെ വന്ന ഞാൻ വെറുതെ വിടുകയില്ല. നമ്മൾ തമ്മിൽ വലിയ മിത്രങ്ങളായിരുന്നു. നാത്തൂൻ ബന്ധത്തിനപ്പുറം സാവിത്രി എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് സാവിത്രി ഇങ്ങനെ മാറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെയൊക്കെ അനുഭവങ്ങളല്ലേ ഇന്ദ്രജെ നമ്മളെ ഓരോരുത്തരെയും മാറ്റുന്നത്. ആ അതൊക്കെ പോട്ടെ. അതൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടോ അതോർത്ത് ദുഃഖിച്ചിട്ടോ ഒരു കാര്യമില്ല. നമുക്ക് ഇരു കൂട്ടർക്കും അന്യോന്യം ഉപദ്രവമില്ലാതെ ജീവിക്കാം. അത് തന്നെ സാവിത്രി എന്റെ ആഗ്രഹം. അല്ല, ചെമ്പകമംഗലത്തെ ജയറാമനും നന്ദിനിയും വീണ്ടും വിവാഹം കഴിക്കാൻ പോവാന്ന് കേട്ടു. അല്ല, ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും സാവിത്രി ആലോചിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് വേറെ ഒരു തൊഴിലും ഇല്ലെന്ന് ആലോചിച്ചത്. ചെമ്പകമംഗലം വീടിനകത്തും പുറത്തും ക്യാമറകൾ വെച്ചിട്ട് നിങ്ങൾ അത് നോക്കിക്കൊണ്ടിരിപ്പാണോ 24 മണിക്കൂറും? ഞാനേ ചെമ്പകമംഗലത്ത് ക്യാമറകളൊന്നും വെച്ചിട്ടില്ല. പക്ഷേ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോഴറിയും. ഓഹോ, എന്താ ഞങ്ങൾ ചെമ്പകമംഗലംകാരോട് നിങ്ങൾക്ക് ഇത്രയേറെ ഇഷ്ടം? ഇഷ്ടം സ്വാഭാവികമാണല്ലോ. എന്റെ അനുജത്തിയോട് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്യുകയും അവളെ ഇല്ലാതാക്കുകയും ചെയ്ത തറവാട്ടുകാരല്ലേ ചെമ്പകമംഗലംകാര്. ഓട് പൊളിച്ച് ചെമ്പകമംഗലത്തേക്ക് ചാടി വീണവളാ നിങ്ങളുടെ അനിയത്തി മാധുരി. വേലി ചാടുന്ന പശു കോലുകൊണ്ടേ ചാകും. അവള് പണ്ടേ ഒരു അരവട്ടായിരുന്നു. അരവട്ട് മുഴുവട്ടായപ്പോ അവൾ ആ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി അവിടെ കിടന്ന് വടിയായി. അതിന് ഞങ്ങൾ ചെമ്പകമംഗലംകാരെന്ത് പിഴച്ചു? സാവിത്രി വേണ്ട. ഒരു മണ്ടനാണെങ്കിലും എന്റെ ആങ്ങളെ രാമഭദ്രന്റെ ഭാര്യ നീ. ആ പരിഗണന ഞാൻ എന്നും നിനക്ക് തന്നിട്ടുണ്ട്. എന്റെ ഭർത്താവിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാലേ ഇത് അമ്പലമുറ്റാണെന്നൊന്നും ഞാൻ വിചാരിക്കല്ലേ. നീ അത് ഓർത്താ നല്ലത്. ആ ജയറാമിനെയും നന്ദിനിയും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വല്യേട്ടനെ കെട്ടാൻ നിനക്ക് വല്ല ഉദ്ദേശമുണ്ടോ? സാവിത്രി, എടി, അവരുടെ കല്യാണത്തിന്റെ മീഡിയേറ്റർ ആവാനൊന്നും നിന്നെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. എന്റെ അനുജത്തെ ഇല്ലാതാക്കിയവരെ നിന്റെ അനിയത്തിയെ പോലെ നിനക്കും വട്ട. വല്ല ഭ്രാന്താശുപത്രിയിൽ പോയി ചികിത്സിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അന്തസ്സും ആഭിജാത്യവും പാരമ്പര്യവുമുള്ള തറവാടാ ചെമ്പകമംഗലം തറവാട്. അത് തകർക്കാനൊന്നും നീ നോക്കണ്ട. ഇനി ഞങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാ ഞങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. നിന്നെ തളയ്ക്കാനുള്ള ചങ്ങലയുമായി നിന്റെ ആങ്ങളയായ എന്റെ ഭർത്താവും ഈ ഞാനും കൂടി അങ്ങോട്ടൊരു വരവ് വരും. മത്തക്കണ്ടത്തില് നോക്കൂത്തിയ പോലെ നിൽക്കാതെ വഴി മാറണി.
എവിടെയാ? ആ കാറിലല്ലാതെ നമ്മൾ രണ്ടുപേരും ഇതുപോലെ നടന്നിട്ടില്ല അല്ലേ ദേവി? ജേട്ടനെ ഞാൻ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് പണ്ട് ചില അമ്പലങ്ങളിൽ. അത് ശരിയാ. കൂടുതൽ പ്രാവശ്യം നമ്മൾ പോയിട്ടുള്ളത് നമ്മുടെ പുന്നക്കീഴിൽ അമ്പലത്തിലാ. ആ അതെ, ആ ദേവിയാ നമ്മുടെ അമ്മ, സാക്ഷാൽ കുറുമ്പക്കാവിൽ അമ്മ. ആ ദേവി, നമുക്ക് ഈ തണലത്തൂടെ അപ്പുറത്തോട് ക്രോസ് ചെയ്താലോ? ആ ശരി. അവനാ ജയറാം, അവനെ തട്ടേണ്ടത്. ജേട്ടൻ മാറി. അയ്യോ ദേവി, ദേവി, ആരെങ്കിലും ഒന്ന് ഓടി വരണേ ദേവി. ദേവി, ഒരാളെയും കാണുന്നില്ല. ഹെൽപ്പ്, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണേ ദേവി. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോ. രക്തം ഒരുപാട് പോയിട്ടുണ്ട്. അവന്മാര് വിളിക്കുന്നില്ലല്ലോ. കാര്യം എന്താണെന്നറിയാൻ മറ്റൊരു മാർഗവുമില്ല. ആ അവര് എന്തായിടോ ഏൽപ്പിച്ച ഓപ്പറേഷൻ? ഓപ്പറേഷൻ സക്സസ്. ആ വെരി ഗുഡ്. അവൻ ഓൺ ദ സ്പോട്ടിൽ തീർന്നു. പക്ഷേ ഒരു മിസ്റ്റേക്ക് പറ്റി മാഡം. എന്ത് മിസ്റ്റേക്ക്? ജയറാമിന് പകരം ഇടിച്ചു തെറിപ്പിച്ചത് ആ നന്ദിനിയാണ്. ബ്ലഡി ഫൂൾസ്. ഒരു കാര്യം ഏൽപ്പിച്ച അത് വൃത്തിക്ക് ചെയ്യാൻ അറിയത്തില്ലടാ. അവളവനെ രക്ഷിക്കാൻ ശ്രമിച്ചു, അങ്ങനെയാ അവൾക്ക് ഇടികൊണ്ടത്. ആ എന്തായാലും കുഴപ്പമില്ല. ഒരാളുടെയെങ്കിലും പണി തീർന്നല്ലോ, ഭാഗ്യം. പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിലല്ലേ നിങ്ങൾ ഓപ്പറേഷൻ നടത്തിയത്? അതെ മാഡം. ശരി, നിങ്ങൾ വേഗം ബാംഗ്ലൂർക്ക് വിട്ടോ. പണം ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. ബോഡി ചെമ്പകമംഗലത്ത് എത്തുമ്പോ ഒരു റീത്തുമായിട്ട് പോണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.